Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു വിശദമായ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത് നിഫ്റ്റി 50 സൂചികയെക്കുറിച്ചാണ്. അതും പ്രത്യേകിച്ച് നാളത്തേക്ക്, അതായത് 2025 സെപ്റ്റംബർ 30 വേണ്ടിയുള്ള ട്രേഡിംഗ് സാധ്യതകളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ. ഇതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വിശകലന റിപ്പോർട്ട് ഞങ്ങൾ നോക്കുകയുണ്ടായി. അതിൽ അടുത്ത കാലത്ത് വിലയുടെ ചലനങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട ചില ലെവലുകൾ, പിന്നെ സാധ്യതയുള്ള ട്രേഡ് പ്ലാനുകൾ, മുകളിലേക്കും താഴേക്കുമുള്ളത്. അതെ, മുകളിലേക്ക് പോയാലെന്ത്, താഴേക്ക് വന്നാലെന്ത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. ശരി, അപ്പൊ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. തീർച്ചയായും. അപ്പോൾ ഒരു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതായത് നാളത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ ലെവലുകൾ ഏതൊക്കെയാണ്. പിന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് രീതിയിലാണ് പോകുന്നെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ പ്ലാൻ? ഇനി അതല്ല, താഴേക്കാണ് വരുന്നതെങ്കിൽ ഒരു ബെയറിഷ് സിനാരിയോ വന്നാൽ എങ്ങനെ നേരിടണം? അതെ. അതുപോലെ നാളത്തേക്കൊരു പൊതുവായ ഡയറക്ഷൻ, ഒരു മാർക്കറ്റ് ബയാസ് എന്തായിരിക്കും? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കുക. ശരിയാണ്, അത് ട്രേഡേഴ്സിന് വളരെ ഉപകാരപ്രദമാകും. ഇത് നിങ്ങൾക്ക് ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെ സഹായകമാകുമെന്ന് മനസ്സിലാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം തന്നെ ഈ റിപ്പോർട്ട് അനുസരിച്ച് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? സൂചിക ഏകദേശം 24,600-നും 24,650-നും ഇടയിലുള്ളൊരു സോണിൽ ക്ലോസ് ചെയ്തു, അല്ലേ? അതെ, ആ ഒരു റേഞ്ചിനടുത്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടിൽ ഈ സോണിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പച്ചനിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ശരിയാണ്, കാരണം അത് മുൻപൊരു പ്രധാന ഡിമാൻഡ് സോണായി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയാം. അതായത് മുൻപ് അവിടെ വിലയെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അതെ, കൃത്യമായി പറഞ്ഞാൽ മുൻപ് 2 തവണയെങ്കിലും ഈ 24,600-650 ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു ബൗൺസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഈ ലെവലിൽ വാങ്ങുന്നവർ, ബയേഴ്സ്, താൽപര്യം കാണിച്ചിട്ടുണ്ട്. വില താഴേക്ക് പോവാതെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ റിപ്പോർട്ടിലെ ബുള്ളിഷ് പ്ലാനിന്റെ ഒരു അടിസ്ഥാനവും ഇതുതന്നെയാണ്. ഈ സപ്പോർട്ട് സോൺ വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ആ പഴയ ബയേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നാളത്തെ ഒരു ചോദ്യം. അതെ, അതൊരു പ്രധാന ചോദ്യമാണ്. ശരി, അപ്പൊ താഴെ ഇങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്, പക്ഷെ മുകളിലേക്ക് നോക്കുമ്പോൾ ചില തടസ്സങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ. റെസിസ്റ്റൻസ് സോണുകൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ലെവലുകളാണ് റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത്. ഏതൊക്കെയാണവ? ആദ്യത്തേത് തൊട്ടടുത്തുള്ള ഒരു തടസ്സം, ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അത് 24,750, 24,800 റേഞ്ചിലാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ വരാം. അതിനു മുകളിൽ കുറച്ചുകൂടി ശക്തമായ ഒരു വിൽപ്പന മേഖല, ഒരു സ്ട്രോങ് സെല്ലിംഗ് സോൺ ആയിട്ട് കാണുന്നത് 24,900, 25,000 സോണാണ്. അത് കുറച്ചുകൂടി ടഫ് ആയിരിക്കും, അല്ലേ? അതെ, അവിടെ മുൻപ് കാര്യമായി വിൽപ്പന നടന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പോ അത് ബ്രേക്ക് ചെയ്യാൻ ബയേഴ്സിന് കുറച്ചുകൂടി പവർ വേണ്ടിവരും. ഇനി ഏറ്റവും മുകളിൽ ഒരു മേജർ സപ്ലൈ സോണായിട്ട് റിപ്പോർട്ട് കാണുന്നത് 25,150, 25,200 ലെവലാണ്. ഓക്കെ, അത് കുറച്ചുകൂടി ദൂരെയാണ്. അതെ, സമീപകാലത്തെ ഉയർന്ന നിലവാരങ്ങളോട് അടുത്തുള്ള ഒരു സോണാണിത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, വില മുകളിലേക്ക് പോകുമ്പോൾ ഈ ഓരോ ലെവലിലും വിൽപ്പനക്കാര് വരാൻ സാധ്യതയുണ്ട്. ഓരോ കടമ്പകളാണ്. ശരിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഇസ്, ഈ സപ്ലൈ സോണുകൾ എന്ന് പറയുന്നത് വെറുതെ വരച്ച വരകളല്ല. മുൻപെപ്പോഴോ ഈ വിലകളിൽ എത്തിയപ്പോൾ ഒന്നുകിൽ ലാഭമെടുക്കാൻ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വില ഇനി താഴോട്ടു പോകുമെന്ന് കരുതി പുതിയ ഷോർട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വില വീണ്ടും അങ്ങോട്ടെത്തുമ്പോൾ ഒരു സമാനമായ റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ഓരോ സോൺ മറികടക്കുമ്പോഴും ബയേഴ്സിന്റെ ശക്തിയാണത് കാണിക്കുന്നത്. പക്ഷെ കൂടുതൽ എനർജി വേണം. മനസ്സിലായി. ഇനി ഈ വില നിലവാരങ്ങൾ കൂടാതെ ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. RSIയെക്കുറിച്ചും വോളിയത്തെക്കുറിച്ചുമൊക്കെ ഉണ്ട്. RSI ഇപ്പോൾ 46 പറയുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? RSI 46 ആണെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാധാരണ നമ്മൾ 70 മുകളിൽ ഓവർ ബോട്ട് എന്നും 30 താഴെ ഓവർ സോൾഡ് എന്നും പറയുമല്ലേ. 50 ഒരു ന്യൂട്രൽ ലെവലാണ്. അതെ. അപ്പൊ 46 എന്ന് പറഞ്ഞാൽ ഓവർ സോൾഡ് ലെവലിൽ നിന്ന് ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും 50 താഴെയാണ്. ഓക്കെ, ഇതിന്റെ അർത്ഥം മാർക്കറ്റിന്റെ മൊമെന്റം, ആ ഒരു മുന്നോട്ടുള്ള കുതിപ്പ്, അതിന്റെ ശക്തി ഇപ്പോഴും പൂർണ്ണമായിട്ടും ബയേഴ്സിന്റെ സൈഡിൽ ആയിട്ടില്ല. ഒരു വീക്ക്നെസ് ഇപ്പോഴുമുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ ആ സപ്പോർട്ട് സോണിൽ
24,600, 650 ഭാഗത്ത് വോളിയം കൂടിയതായും റിപ്പോർട്ടിൽ കണ്ടു. അത് നല്ലതല്ലേ? തീർച്ചയായും നല്ലതാണ്. ആ സപ്പോർട്ട് ലെവലിൽ വോളിയം കൂടുന്നത് അവിടെ ബയേഴ്സ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അവരിവിടെ ആക്റ്റീവാണ്. ശരി. പക്ഷെ ഇവിടെയാണ് RSIയുടെ കാര്യം വരുന്നത്. ബയേഴ്സ് ശ്രമിക്കുന്നുണ്ട്, വോളിയം കൂടുന്നുണ്ട്, പക്ഷെ മൊമെന്റം ഇപ്പോഴും വീക്കാണ്. RSI 50-ന് താഴെയാണ്. അപ്പൊ ഇവിടെ ഒരു വടംവലി പോലെയാണ്. ബയേഴ്സിന്റെ ശ്രമവും മാർക്കറ്റിലെ ആ ഒരു വീക്ക്നെസ്സും തമ്മിലുള്ള ഒരു മത്സരം. ഒരു ക്ലാഷ്. അതെ. ഈ ഒരു എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ് റിപ്പോർട്ടിലെ അടുത്ത 2 പ്ലാനുകൾക്കും, ബുളിഷ് പ്ലാനും ബെയറിഷ് പ്ലാനും ഒരു ബേസിസ് ആകുന്നത്. ഏതു ഫോഴ്സ് ജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ ഡയറക്ഷൻ. മനസ്സിലായി. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്ന ഘട്ടത്തിലേക്ക് വരാം. ഹിയർസ് വെയർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത, ബുള്ളിഷ് പ്ലാൻ. എന്താണ് റിപ്പോർട്ട് പറയുന്നത്? എവിടെയാണ് ഒരു ലോങ് എൻട്രി നോക്കേണ്ടത്? റിപ്പോർട്ട് പറയുന്നത് 24,720, 24,780 എന്ന റേഞ്ചിന് മുകളിലേക്ക് നല്ല വോള്യത്തോടെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ, ഒരു ബ്രേക്ക്ഔട്ട്. അതെ, ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ അതൊരു വാങ്ങാനുള്ള സിഗ്നലായിട്ട്, ഒരു എൻട്രി സോണായിട്ട് എടുക്കാമെന്നാണ്. അതായത് ആ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ശരിയാണ്. അങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട് വന്നാൽ മുകളിലേക്കുള്ള ടാർഗറ്റുകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ടാർഗറ്റ് 24,800. അത് ആ റെസിസ്റ്റൻസ് സോണിന്റെ ടോപ്പാണ്. രണ്ടാമത്തെ ടാർഗറ്റ് കുറച്ചുകൂടി മുകളിലാണ്, 24,880, 24,900 റേഞ്ചിൽ. അടുത്ത സപ്ലൈ സോണിന്റെ താഴെ. അതെ. ഇനി ഇതിനൊരു സ്റ്റോപ്പ് ലോസ് വെക്കണമല്ലോ, നഷ്ടം ലിമിറ്റ് ചെയ്യാൻ. അതെവിടെയാണ്? റിപ്പോർട്ട് പറയുന്നത് 24,650-ന് താഴെ വയ്ക്കാനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ സപ്പോർട്ട് സോണിന് തൊട്ടു താഴെ. അതെ. ഈ ബുള്ളിഷ് പ്ലാനിന്റെ ലോജിക്ക് വളരെ ക്ലിയർ ആണ്. ഒന്ന്, ആ 24,600 ലെവൽ ഹോൾഡ് ചെയ്യുന്നു. 2, തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ആയ 24,750 നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്യുന്നു. ഇത് നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഷോർട്ട് കവറിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ഷോർട്ട് കവറിംഗ് അതെന്താണെന്ന് ഒന്നുകൂടി പറയാമോ? പറയാം. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് വിചാരിച്ച് നേരത്തെ ഷോർട്ട് സെൽ ചെയ്ത ആളുകളുണ്ടാകുമല്ലോ. ഉണ്ടാവും. വില കുറയുമ്പോൾ തിരികെ വാങ്ങി ലാഭമെടുക്കാമെന്ന് കരുതിയവർ. പക്ഷേ വില അവരുടെ ചിന്തയ്ക്കെതിരെ 24,750-ന് മുകളിലേക്ക് ശക്തിയായി കയറുമ്പോൾ അവരുടെ നഷ്ടം കൂടും. ശരി. അപ്പോ ആ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി അവർ നേരത്തെ വിറ്റ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറുകൾ തിരികെ വാങ്ങാൻ നിർബന്ധിതരാകും. ഈ ഒരു ഫോഴ്സ്ഡ് ബൈയിങ് ആണ് ഷോർട്ട് കവറിംഗ്. ഇത് മാർക്കറ്റിൽ പെട്ടെന്നൊരു ഡിമാൻഡ് കൂട്ടും. അത് വിലയെ മുകളിലേക്ക് തള്ളും. അതെ, വിലയെ കൂടുതൽ വേഗത്തിൽ മുകളിലേക്ക്, അതായത് ആ പറഞ്ഞ ടാർഗറ്റുകളായ 24,800, 24,900 എത്തിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് ആ 24,750 ലെവലിലെ വോളിയത്തോടു കൂടിയ ബ്രേക്ക്ഔട്ടിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്. അതൊരു ട്രിഗർ ആവാം. അപ്പോ ഈ ഷോർട്ട് കവറിംഗ് വന്നാൽ എത്ര വേഗത്തിൽ ടാർഗറ്റ് എത്താൻ സാധ്യതയുണ്ട്? അതോ 24,800 കഴിഞ്ഞാൽ വീണ്ടും തടസ്സങ്ങൾ വരുമോ? ഷോർട്ട് കവറിംഗ് റാലിക്ക് സാധാരണ നല്ല സ്പീഡ് ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ചും ആദ്യ ടാർഗറ്റായ 24,800-ലേക്ക് എത്താൻ. കാരണം ആ 750-800 സോൺ താരതമ്യേന വീക്ക് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ രണ്ടാമത്തെ ടാർഗറ്റായ 24,900-ലേക്ക് അടുക്കുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കുറയാം. ഓർക്കണം, 24,900, 25,000 എന്നത് റിപ്പോർട്ടിലെ സ്ട്രോങ് സെല്ലിംഗ് സോൺ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. അപ്പോ അവിടെ ഷോർട്ട് കവർ ചെയ്യുന്നവരും ഉണ്ടാവും, പുതിയ സെല്ലേഴ്സും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവരും വരാം. അപ്പോൾ 800 കടന്നാലും 900-ന് അടുത്തെത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അത് ക്ലിയറായി. ഇതാണ് മുകളിലേക്കുള്ള പ്ലാൻ. ഇനി റിപ്പോർട്ട് മറ്റേ സാധ്യതയും പറയുന്നുണ്ടല്ലേ? ഈ പറഞ്ഞ 24,600 ലെവല് തകർന്നാൽ എന്ത് ചെയ്യണം? അതാണ് ബെയറിഷ് പ്ലാൻ. അതെ. അപ്പോ മാർക്കറ്റ് താഴേക്ക് പോകാനാണ് സാധ്യതയെങ്കിൽ എന്താണ് പ്ലാൻ? റിപ്പോർട്ട് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കീ സപ്പോർട്ട് ലെവൽ 24,600 അത് നല്ല വോളിയത്തോടെ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ഡൗൺ ആയാൽ, താഴേക്ക് പോയാൽ, അതെ, വില അതിന് താഴേക്ക് വ്യക്തമായി പോയാൽ അതൊരു സെല്ല് ചെയ്യാനുള്ള അവസരമായി, ഒരു എൻട്രി സോണായിട്ട് കണക്കാക്കാം. ശരി. ഈ സാഹചര്യത്തിൽ താഴേക്കുള്ള ടാർഗറ്റുകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ടാർഗറ്റ് 24,520,
രണ്ടാമത്തെ ടാർഗറ്റ് 24,450. ഓക്കെ. ഇതിനുള്ള സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? റിപ്പോർട്ട് പറയുന്നത് 24,700 മുകളിൽ വെക്കാനാണ്, അതായത് ആ ബ്രേക്ക് ചെയ്ത സപ്പോർട്ടിന് മുകളിൽ. എന്നാൽ അടുത്ത റെസിസ്റ്റൻസിന് താഴെ. യുക്തിസഹമാണ്. ഈ ബെയറിഷ് പ്ലാനിന്റെ പിന്നിലെ ഐഡിയ ആ പ്രധാന സപ്പോർട്ട് 24,600 പോയാൽ പിന്നെ അടുത്തൊരു കാര്യമായ സപ്പോർട്ട് വരുന്നത് 24,450 റിപ്പോർട്ട് പറയുന്നത്. ഇടയ്ക്കുള്ള 520 ഒരു മൈനർ സപ്പോർട്ട് മാത്രം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ RSI 50ക്ക് താഴെയുള്ള വീക്ക് മൊമെന്റവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. ദിസ് റേസസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആ 24,600 ലെവല് നല്ല വോള്യത്തോടെ ബ്രേക്ക് ആയാൽ RSI പറഞ്ഞ ആ വീക്ക്നെസ് മാർക്കറ്റ് കൺഫേം ചെയ്യാണ്. അത് സെല്ലേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. ഈ 24,600 ബ്രേക്ക് ചെയ്യുന്നത് അത് എത്രത്തോളം സീരിയസ് ആയിട്ട് കാണണം? ഒരു ചെറിയ കറക്ഷൻ മാത്രമാണോ അതോ ഒരു വലിയ വീഴ്ചയുടെ സൂചനയാണോ? അത് തീർച്ചയായും ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ്, പ്രത്യേകിച്ചും നല്ല വോള്യത്തോടെയാണെങ്കിൽ. കാരണം അതൊരു മേജർ നിയർ ടേം സപ്പോർട്ടാണ്. അത് ബ്രേക്കായാൽ ഷോർട്ട് ടേമിലെ ട്രെൻഡ് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ വീഴ്ചയുടെ തുടക്കമാണോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ റിപ്പോർട്ടിലെ ടാർഗറ്റുകളായ 24,520, 24,450 പോകാനുള്ള സാധ്യത കൂടും. ഇനി ആ 24,450 പിടിച്ചു നിന്നില്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ താഴേക്ക് പോകാം. പക്ഷെ അത് അപ്പോഴത്തെ സാഹചര്യം നോക്കണം. പിന്നെ 24,600 ബ്രേക്കായാൽ ആ ലെവൽ പിന്നീട് മുകളിലേക്ക് പോകുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ശരി, മനസ്സിലായി. അപ്പോ 2 ക്ലിയർ സിനാരിയോകളും അതിനനുസരിച്ചുള്ള പ്ലാനുകളും റിപ്പോർട്ടിലുണ്ട്. ഇനി നാളത്തേക്ക് സെപ്റ്റംബർ 30 നോക്കുമ്പോൾ ഈ വിശകലനത്തെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് അന്നത്തെ മെയിൻ സ്ട്രാറ്റജി? ഒരു ലക്ഷ്മണരേഖ പോലെയാണ്. അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 24,750 മുകളിലേക്ക് നല്ല ശക്തിയോടെ പോയാൽ ലോങ് പോകാം. അതെ, 24,800, 24,900 ടാർഗറ്റ് വെച്ച് ലോങ് നോക്കാം. എന്നാൽ ഈ 24,600 എന്ന സപ്പോർട്ട് നല്ല വോള്യത്തോടെ ബ്രേക്ക് ആയാൽ പിന്നെ കളി മാറും. ഷോർട്ടാണ് നല്ലത്. അതെ, അപ്പോൾ 24,520, 24,450 ലക്ഷ്യമാക്കി ഷോർട്ട് ട്രേഡിനാണ് സാധ്യത. അപ്പോൾ മെയിനായിട്ട് ഈ 24,600 24,750 പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ ഗെയിം പ്ലാൻ. ഈ അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റിന്റെ ഒരു പൊതുവായ അവസ്ഥ, മാർക്കറ്റ് ബയാസ് എന്താണ് പറയുന്നത്? ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ബയാസ് എന്ന് പറയുന്നത് ചെറിയൊരു ബെയറിഷ് ചായ്വുള്ളതാണ്. സ്ലൈറ്റ്ലി ബെയറിഷ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ കാരണങ്ങൾ? നമ്മൾ പറഞ്ഞ RSI ഇപ്പോഴും 50 താഴെയാണ്. മൊമെന്റം വീക്കാണ്. 2, മുകളിലേക്ക് ഒന്നിൽ കൂടുതൽ സപ്ലൈ സോണുകൾ, തടസ്സങ്ങളുണ്ട്. ശരി. പക്ഷേ ഇതൊരു ഉറച്ച ബെയറിഷ് വ്യൂ അല്ല, ഒരു ചെറിയ ചായ്വ് മാത്രം. കാരണം ആ 24,600 സപ്പോർട്ട് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. ഒരു പക്ഷേ ബയേഴ്സിന് വിലയെ 24,750 മുകളിലെത്തിച്ച് നിർത്താൻ കഴിഞ്ഞാൽ ഈ ബയാസ് മാറും. ചിലപ്പോൾ ന്യൂട്രൽ ആകാം, അല്ലെങ്കിൽ താൽക്കാലികമായി ബുള്ളിഷ് ആകാം. അപ്പൊ ഈ ബയാസ് ഫിക്സഡ് അല്ല, കണ്ടീഷണൽ ആണ്. നാളത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാറാം. അപ്പോ ഈ സ്ലൈറ്റ്ലി ബെയറിഷ് ബയാസ് മനസ്സിൽ വെച്ചിട്ട് നാളെ ഒരു ലോങ് സിഗ്നൽ കിട്ടിയാൽ, അതായത് 24,750 മുകളിൽ ബ്രേക്ക്ഔട്ട് വന്നാൽ സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണോ? അത് നല്ലൊരു പോയിന്റാണ്. അതെ, ആ ഒരു ചെറിയ ബെയറിഷ് ബയാസ് ഉള്ളതുകൊണ്ട് ലോങ് സിഗ്നൽ കിട്ടിയാലും കുറച്ചുകൂടി ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതോ നല്ലതായിരിക്കും. ഓക്കെ. ഉദാഹരണത്തിന് ബ്രേക്ക്ഔട്ടിന് ശേഷം വില ആ ലെവലിന് മുകളിൽ കുറച്ചുനേരം പിടിച്ചു നിൽക്കുന്നുണ്ടോ നോക്കാം. അതിനുശേഷം എൻട്രി എടുക്കാം. എന്നാൽ മറിച്ച് ഒരു ഷോർട്ട് സിഗ്നൽ കിട്ടിയാൽ, അതായത് 24,600 ബ്രേക്ക് ഡൗൺ ആയാൽ, ഈ ബയാസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ധൈര്യത്തോടെ ഷോർട്ട് നോക്കാം. തീർച്ചയായും സ്റ്റോപ്പ് ലോസ് വെക്കണം. വളരെ വ്യക്തമായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ യു, ദ ലിസ്ണർ? ഈ ഒരു ചർച്ചയിലൂടെ നിങ്ങൾ നൽകിയ ഈ അനാലിസിസ് റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് സെപ്റ്റംബർ 30 നിഫ്റ്റി 50യിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലെവൽ 24,600 ആണ്. ഈ ലെവൽ പിടിച്ചു നിൽക്കുമോ അതോ താഴേക്ക് പോകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ ഡയറക്ഷൻ. അതിനനുസരിച്ച് മുകളിലേക്കും താഴേക്കും വ്യക്തമായ ടാർഗറ്റുകളും പ്ലാനുകളും റിപ്പോർട്ടിലുണ്ട്.
അതെ. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ഈ കീ ലെവലുകളിൽ 24,600-ലും 24,750-ലും പ്രൈസ് എങ്ങനെയാണ് പെരുമാറുന്നത്, വോളിയം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധയോടെ നോക്കുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ലഭ്യമായ റിപ്പോർട്ടിനെയും ഇപ്പോഴത്തെ ടെക്നിക്കൽ സെറ്റപ്പിനെയും ബേസ് ചെയ്തുള്ള ഒരു അനാലിസിസ് ആണ്. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക്കാണ്. നാളെ എന്തെങ്കിലും അപ്രതീക്ഷിത വാർത്തകൾ വരാം, ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കാം. ശരിയാണ്. ഇതൊക്കെ ഈ പ്ലാനിനെ ബാധിക്കാം, ചിലപ്പോൾ ഇൻവാലിഡ് ആക്കുക പോലും ചെയ്യാം. അതുകൊണ്ട് പ്ലാൻ മനസ്സിൽ വെക്കുക, പക്ഷെ ലൈവ് മാർക്കറ്റിൽ ശ്രദ്ധയോടെ ഇരിക്കുക. കീ ലെവലുകളിലെ കാൻഡിൽ ഫോർമേഷൻസ്, വോളിയം ഒക്കെ നോക്കുക. പ്ലാൻ അനുസരിച്ച് എൻട്രി കിട്ടിയാലും റിസ്ക് മാനേജ്മെന്റ്, സ്റ്റോപ്പ് ലോസ് അതൊക്കെ കൃത്യമായിരിക്കണം. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നാളത്തെ ഈ ട്രേഡിംഗ് പ്ലാനിനപ്പുറം കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായും. റിപ്പോർട്ട് അനുസരിച്ച് മുകളിൽ ഒന്നിൽ കൂടുതൽ സപ്ലൈ സോണുകളുണ്ട്, അല്ലേ? 24,750, 800. പിന്നെ ആ സ്ട്രോങ് സോൺ 24,900, 25,000, പിന്നെ 25,150, 200. RSI ഇപ്പോഴും 50-ന് താഴെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മാർക്കറ്റ് 24,750-ന് മുകളിലേക്ക് ഒരു ബൗൺസ് എടുത്ത് 24,900-നടുത്ത് എത്തിയാലും അതിനപ്പുറമുള്ള ആ സ്ട്രോങ് റെസിസ്റ്റൻസിനെ, പ്രത്യേകിച്ച് 24,900, 25,000 സോണിനെ മറികടന്ന് ഒരു സസ്റ്റെയിൻഡ് മൂവ് നടത്താൻ നിഫ്റ്റിക്ക് ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിവരും? നല്ല ചോദ്യമാണ്. അതായത് ഒരു താൽക്കാലിക റിലീഫ് റാലിക്കപ്പുറം കൂടുതൽ സ്ട്രോങ്ങും ദീർഘകാലം നിൽക്കുന്നതുമായ ഒരു ബുള്ളിഷ് ചേഞ്ചിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ RSI 50-ഉം കടന്ന് 60-ന് മുകളിലൊക്കെ പോകേണ്ടി വരുമോ? അതോ ഓരോ കയറ്റത്തിലും വോളിയം കൂടിക്കൊണ്ടിരിക്കണോ? അതോ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വലിയ വോളിയം വേണോ? ഇത് നാളത്തെ ഇൻട്രാഡേ പ്ലാനിനപ്പുറം അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും നിഫ്റ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. വളരെ പ്രസക്തമായൊരു ചിന്തയാണ്, ഒരു ഫുഡ് ഫോർ തോട്ട്. എന്തായാലും ഈ വിവരങ്ങളിലേക്കും സാധ്യതകളിലേക്കുമുള്ള ഈ ആഴത്തിലുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അടുത്ത തവണ പുതിയ വിഷയവുമായി കാണാം. നന്ദി.